നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. തകൃതി നടക്കരുതേ, തരികിടയൊന്നും ചെയ്യരുതേ. ശാലോൺ ടെലിവിഷൻ ഒരുക്കുന്ന വിസ്മയ കാഴ്ച. വിസ്മയ കാഴ്ചയിലൂടെ നമ്മൾ ചിന്തകൾ പങ്കുവയ്ക്കുന്നു, ചെറിയ ആശയങ്ങളൊക്കെ പങ്കുവയ്ക്കുകയാണ്. അതൊക്കെ സ്വീകരിക്കാനുള്ള ഒരു നല്ല മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കറിയാം, ഒരു ചിത്രത്തിന് 1000 വാക്കുകളേക്കാൾ ശക്തിയുണ്ട്. അതുകൊണ്ട് ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു വിഷ്വലായിട്ട് കാണിക്കുമ്പോൾ അത് മനസ്സിൽ പതിയാൻ കുറച്ചുകൂടി എളുപ്പമാവും. അതുകൊണ്ട് ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി, ചില മൂല്യങ്ങളൊക്കെ പകർന്നു നൽകാൻ വേണ്ടി നമ്മൾ ഈ വശ്യതയുള്ള ഒരു മാധ്യമമാണ് ഈ മാജിക് എന്ന് പറയുന്നത്. കുട്ടിച്ചാത്രമോ അല്ലെ അങ്ങനെയുള്ളതൊന്നുമല്ല, പ്രാക്ടീസ് കൊണ്ടും പരിശീലനം കൊണ്ടും അതുപോലെ തന്നെ നമ്മൾ രൂപപ്പെടുത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 2-3 ഐറ്റം മാജിക് കാണിക്കാൻ പോവുകയാണ്. കാണിച്ചോട്ടെ? ഓക്കെ, മാജിക്കിന് പേടിയുണ്ടോ? പേടിക്കേണ്ടതില്ല, അതൊരു കലാരൂപമാണ്. അതിനെ നമ്മൾ ആ കലാരൂപമായിട്ട് കണ്ടാൽ മതിയാവും. ഓക്കെ, അപ്പം ശ്രദ്ധയോടെ നോക്കിയിരിക്കുക. പ്രിയപ്പെട്ട മക്കളെ, സുഖാണോ? സന്തോഷമായിരിക്കുന്നോ? എന്താ ദുഃഖത്തോടു കൂടെ ഇരിക്കുന്നേ? ഹാപ്പി ആയിട്ടിരുന്നേ, സന്തോഷത്തോടെ ഒരു കടൽ തീരത്തിരിക്കുന്ന പോലെ, ടൂറ് പോയപ്പോൾ അല്ലേ ഒരു ബീച്ചിൽ പോയിരിക്കുന്ന പോലെ ഒന്നിരുന്നേ. ഓക്കെ, യെസ്. ഇനി നമ്മൾ ഒരു കൊച്ചു ചിന്ത പങ്കുവയ്ക്കുക. ഇന്നത്തെ നമ്മുടെ സമൂഹം അല്ലേ, ഇന്നത്തെ സമൂഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? സമൂഹം എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ പോക്ക് എങ്ങനെയുണ്ട് പറ. നല്ല പോക്കാണോ? നമ്മുടെ സമൂഹത്തിൽ നന്മകൾ മാത്രമുള്ളോ? അല്ല, പിന്നെ എന്തുകൂടിയുണ്ട്? തിന്മകളും ഉണ്ട്. അതിപ്പോൾ ലോകാരംഭം മുതൽ നന്മയും തിന്മയും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു വ്യത്യാസം ഇതാണ്, ഈ തിന്മയുടെ തോത് വർദ്ധിക്കുന്നുണ്ട്. തോത് വർദ്ധിക്കുക. ചിലരൊക്കെ എന്ത് പറയുന്നറിയാവോ, പണ്ട് ഇത്രയും തോതുണ്ടായിരുന്നു, തോത് ഈ എണ്ണം കൂടുതലായിരുന്നു, പക്ഷേ ഈ മാധ്യമങ്ങളൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് ആരും അറിയാത്തതുകൊണ്ടാണെന്നൊക്കെയുള്ള പടുവാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു വിടുന്ന ആളുകളുണ്ട്. അതുപോട്ടെ. അപ്പം നമ്മൾ ഓർക്കുക, ഇന്ന് നമ്മുടെ സമൂഹം എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും ഇന്ന് അവിടെല്ലാം തിന്മ പേരുകിടുന്നു.
കള്ളത്താരങ്ങളും കൊള്ളയടിക്കലും നിത്യം കൊലപാതകങ്ങളുമായി തട്ടിപ്പും വെട്ടിപ്പും പെൺപീഡനങ്ങളും ആത്മഹത്യകളുമേറി ഇന്ന്. അപ്പം ഞാൻ സൂചിപ്പിച്ച നമ്മുടെ സമൂഹം കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള സമൂഹമാണ്, നല്ല കളർഫുള്ളാണ് അല്ലേ? ശരിയല്ലേ? കളർഫുള്ളാണ്. ഇത് രണ്ട് വശവും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതാ കളർഫുള്ളായ സമൂഹം, ഇതാ ഈ വശവും നമ്മൾ കാണിച്ചു. അപ്പം നമ്മുടെ സമൂഹത്തിൽ മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിലയുള്ളത് അല്ലേ? മൂല്യം എന്ന് പറഞ്ഞാൽ വിലയുള്ളതാണ്. ആ വില നമ്മുടെ മാനവിക സങ്കല്പത്തിൽ നല്ല ശുദ്ധമെന്നും പരിശുദ്ധമെന്നും സംശുദ്ധമെന്നും കരുതിയിരുന്ന നല്ല മൂല്യസങ്കല്പങ്ങളൊക്കെ ഇങ്ങനെ കൊന്നു കുഴിച്ചു മൂടുന്ന ഒരു ശവപ്പറമ്പ് പോലെയൊക്കെ ആയിട്ട് നമ്മുടെ നാടും ദേശമൊക്കെ മാറി എന്തെല്ലാം തിന്മകളാണ് സമൂഹത്തിൽ നടക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഒന്ന്, ദൈവത്തോട് പ്രാർത്ഥിക്കാം. രണ്ട്, പറ്റുന്നവരൊക്കെ പ്രതികരണങ്ങൾ ഭരണകൂടത്തെ ആണെങ്കിൽ അതനുസരിച്ച് അറിയിക്കാം, വ്യക്തികളെ പ്രസ്ഥാനങ്ങളെയൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് അറിയിക്കുക. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ മൂല്യസങ്കല്പങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചു കൊണ്ടുവരണം. ശരിയല്ലേ? അപ്പോൾ നമുക്ക് നല്ല മൂല്യസങ്കല്പങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സേവന മനോഭാവം നല്ല ഒരു മൂല്യമാണ് അല്ലേ? സ്നേഹമുള്ള ഒരു മനസ്സ്, സ്നേഹമുള്ള ഒരു ജീവിതം നല്ലൊരു മൂല്യങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അധ്വാനിക്കാനുള്ള മനസ്സ് ഒരു മൂല്യം, വില കൊടുത്ത് നമുക്ക് കാണാൻ പറ്റും. കാരണം അലസന്മാരുടെ എണ്ണം കൂടി വരികയാണ് അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മൂല്യസങ്കല്പങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? മൂല്യസങ്കല്പങ്ങളൊന്ന് കാണുമ്പോൾ അങ്ങനെ പലതും നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിലയുള്ളത്, മൂല്യം എന്ന് പറഞ്ഞാൽ വിലയുള്ളത്. അപ്പോൾ ഈ മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഈ പണാധിപത്യമൊക്കെ കൂടുന്നു, തട്ടിപ്പും വെട്ടിപ്പും കൊലപാതകങ്ങളും ഇല്ലേ? ഇപ്പം ഈ പ്രേമപ്പക തന്നെ എത്രയോ പ്രേമ കുരുക്കിൽപ്പെട്ട് പ്രേമപ്പക പിടിപെട്ട ആളുകൾ പെട്രോൾ ഒഴിച്ച് അല്ലേ ഒരു ജീവനെയും ജീവിതത്തെയും മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്നു അത് എന്നൊക്കെ പറയാൻ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജീവനെ കൊലപ്പെടുത്തെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇല്ല. സംഭവിക്കുമോ? ഇല്ല, സംഭവിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ജീവന് വില കൊടുക്കുക, ജീവിതത്തിന് വില കൊടുക്കുക. ജീവൻ്റെ മൂല്യം വളരെ വലുതാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു 10,000 1,000 അത് അത്ര കോടി രൂപ കൊടുത്താൽ ഒരു നഷ്ടപ്പെട്ടു പോവാ ജീവൻ തിരിച്ചു കിട്ടുമോ? ഇല്ല. കണ്ടോ? അപ്പോൾ അതിൻ്റെ വില എത്രയാണെന്ന് നോക്കിയേ. അപ്പോൾ ഇന്ന് സമൂഹത്തിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? എത്രയോ ജീവനാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നുണ്ട്, 6 മാസം പ്രായമായ കുഞ്ഞിനെ പോലും കൊന്നുകളയാം എന്നൊക്കെ പറഞ്ഞ് വളരെ ഭീകരമായ ചില സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. അപ്പം ജീവൻ എന്ത് വിലയുണ്ട് ഇല്ലേ? അതുപോട്ടെ. അപ്പം നമ്മൾ ഓർക്കുക, ശ്രദ്ധിക്കുക. ഞാൻ കാണിച്ച ബോർഡൊന്ന് ശ്രദ്ധിച്ച് നന്നായിട്ട് നോക്കുക. ഇതിൻ്റെ വശങ്ങൾ എന്താ മാറ്റി മറിച്ചൊക്കെ തിരിക്കുന്നൊക്കെ നോക്കുക. അപ്പം നമുക്കെങ്കിലും നല്ല മൂല്യങ്ങൾ വില കൊടുത്ത് അല്ലേ പരസ്പരം ബഹുമാനിക്കാൻ നമുക്ക് കഴിയണം. മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. കണ്ടോ? നമ്മൾ ആദ്യം കണ്ടതുപോലെ ഇതാ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഈ മൂല്യങ്ങൾ നമുക്ക് സമൂഹത്തിലേക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇങ്ങനെ നമ്മുടെ പ്രവൃത്തിയിലൂടെ ജീവിതത്തിലൂടെയൊക്കെ നമുക്ക് കഴിയണം. മൂല്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോടൊക്കെ പറയുക. അപ്പോൾ മൂല്യബോധമുള്ള ഒരു തലമുറ വരണം. ശരിയാണ്? മൂല്യബോധമുള്ള ഒരു സമൂഹം നമ്മുടെ നാട്ടിലും വീട്ടിലും സമൂഹത്തിലുമൊക്കെ ഉണ്ടാകേണ്ടതായിട്ട് ആവശ്യമായിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ മൂല്യബോധമുള്ള ഒരു തലമുറയ്ക്ക് വേണ്ടി നമ്മൾ അധ്വാനം ചെയ്യുക. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ മൂല്യങ്ങൾ പോയത് പോട്ടെ എന്ന് പറയാൻ പറ്റിയില്ല. ചില ആളുകൾ പറയുന്നത് എന്താ, പോയതൊക്കെ പോട്ടെ, പക്ഷെ നമുക്ക് ജീവിക്കണ്ടേ, സമൂഹത്തിൽ ജീവിക്കണ്ടേ. അപ്പോൾ അന്നേരം മൂല്യങ്ങൾക്ക് വില കൊടുത്തു തന്നെ, ആ മൂല്യ സങ്കല്പങ്ങൾക്ക് വില കൊടുത്തുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോയ മൂല്യങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്താൻ പോവുക. അപ്പം നമ്മൾ ഈ തലമുറകളായിട്ട് നമ്മൾ ചെയ്യണം. ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യണം, നീ ചെയ്യേണ്ടത് നീ ചെയ്യണം, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. ശരിയല്ലേ? ഓരോരുത്തരും അവരവരുടെ വിളി അനുസരിച്ച് ദൗത്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സിൽക്ക് കണ്ടല്ലോ. അതായത് സമൂഹം ഇരുട്ട് വരുത്തുന്ന അനുഭവത്തിലൂടെ പോകുമ്പോൾ നമ്മൾ ഓർക്കണം കേട്ടോ, ഇത് പറഞ്ഞു എന്ന് വിചാരിച്ച് സമൂഹത്തിൽ മുഴുവൻ തിന്മയാണെന്നല്ല പറഞ്ഞത്. ഒത്തിരി നന്മയുണ്ട്. ശരിയല്ലേ? ഒത്തിരി നന്മ ചെയ്യുന്ന മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൂല്യങ്ങൾ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുക. അതിന് നോക്കൂ, നഷ്ടപ്പെട്ടു പോയ മൂല്യസങ്കല്പങ്ങളൊക്കെ നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും എന്നുള്ളത് ഓർക്കുക. നമ്മൾ അധ്വാനിച്ചാൽ നഷ്ടപ്പെട്ടു പോയ മൂല്യസങ്കല്പങ്ങളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അതിനെ നമ്മൾ എന്നാ ചെയ്യണേ? വെറുതെ ഇരുന്നാൽ മതിയോ? പോരാ. ഒന്ന് പ്രാർത്ഥിക്കുക. മൂല്യബോധമില്ലാത്ത മനസ്സിൽ മൂല്യബോധം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. 2, മൂല്യബോധം തിരിച്ചു കൊണ്ടുവരുവാൻ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുക.
ഒരു കുട്ടി എന്ന നിലയിൽ, യുവാവ് എന്ന നിലയിൽ, മുതിർന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ അവർക്ക് അവരുടേതായ ചില കാര്യങ്ങളുണ്ട്, അവരത് ചെയ്യുക. അപ്പോൾ നോക്ക്, മൂല്യസങ്കല്പങ്ങൾ, ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുക, നീ ചെയ്യേണ്ടത് നീ ചെയ്യുക, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുമ്പോൾ പ്രാർത്ഥനയും ഒപ്പം പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടെത്തുവാനായിട്ട് കഴിയും. അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ, ഒത്തിരി നന്ദിയോടുകൂടെ. താങ്ക് യു വെരി മച്ച്. പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്ന കുക്കിംഗ് പ്രാക്ടീസ് എല്ലാവരും ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്. എല്ലാവർക്കും മധുരം വളരെ ഇഷ്ടമാണല്ലോ. നമ്മളിന്ന് ഫ്രൂട്ട് സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് എല്ലാം സെലക്ട് ചെയ്ത് അതിനെ നല്ലപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ റോ ആയിട്ട് തന്നെ വെക്കാം. അതിന് ശേഷം നിങ്ങൾക്ക് പതുക്കനെ കട്ട് ചെയ്ത് ഓരോന്നും ആഡ് ചെയ്ത് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. സാധാരണഗതിയിൽ നമ്മളെല്ലാം ഐസ്ക്രീമാണ് ഫ്രൂട്ട് സലാഡിൻ്റെ കൂടെ ചേർക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഐസ്ക്രീമിന് പകരമായിട്ട് ചേർക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ ആപ്പിളാണ് എടുക്കുന്നത്. ആപ്പിൾ നമ്മൾ കട്ട് ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും കട്ട് ചെയ്യാൻ പ്രാക്ടീസ് ഉണ്ടായിരിക്കുമല്ലോ എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീട്ടിൽ ഇതുവരെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഇല്ല. അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പഠിക്കാം. ആദ്യമായിട്ട് നമ്മൾ ആപ്പിൾ എടുത്തു. ആപ്പിളിനെ നമ്മൾ ചെറിയ കഷ്ണങ്ങൾ ആദ്യമായിട്ട് ക്ലീൻ ചെയ്തു. അതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തു. മതിയോ? അത് മതി. ഉള്ള സീഡുകളൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞു. അതിന് ശേഷം നമുക്കതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം. നമ്മളിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കുന്നത്. നമുക്കിതിൻ്റെ ഒരു ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിതെല്ലാം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്, ഫ്രൂട്ട്സ്. ഇപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലെ പോലെ തന്നെ നമ്മളുടെ ഫ്രൂട്ട് സലാഡിൻ്റെ ഗുണങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടാതെ പൂർണ്ണമായിട്ടും എല്ലാ ഗുണങ്ങളോടും കൂടി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ ഏകദേശം നമ്മുടെ ആപ്പിളിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇതുപോലെ തന്നെയാണ് പലതരത്തിലുള്ള ഫ്രൂട്ട്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സും നമുക്ക് ഉപയോഗിക്കാം. ടേസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ടേസ്റ്റ് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. പ്രിയ കൂട്ടുകാരെ, നമ്മൾ ആപ്പിൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അത് നമ്മൾ ട്രേയിലേക്ക് മാറ്റി. അടുത്തായിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പോകുന്നത് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. നേന്ത്രപ്പഴത്തിൻ്റെ ഗുണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളുടെ ഒരു സമീകൃത ആഹാരമാണ്. വൈകുന്നേരം ഒരു നേന്ത്രപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഫുഡൊന്നും കഴിച്ചില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. അതിന് നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ വൈറ്റമിൻസും കിട്ടും. പ്രത്യേകിച്ച് സിങ്ക്, പൊട്ടാസ്യം, കാൽസ്യം എല്ലാ ഐറ്റംസും അടങ്ങിയൊരു ഫ്രൂട്ടാണ് പഴം. അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് പേരയ്ക്കയാണ്. അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. പേരയ്ക്ക നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പേരയ്ക്ക നമ്മൾ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. പേരയ്ക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസിന്
കൃത്യമായിട്ട് കഴിക്കാവുന്ന ഒരു ഫുഡാണ് പേരയ്ക്ക. അത് അവരുടെ കോൺസ്റ്റിപ്പേഷൻ, ഷുഗർ ലെവൽ ഇതെല്ലാം താത്താനുള്ളൊരു കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പേരയ്ക്ക. ഇതൊരു വളരെ ലോ ഷുഗർ ആയിട്ടുള്ള ലോ കലോറി ഫുഡാണ് നമ്മളുടെ പേരയ്ക്ക. ബാക്കിയുള്ളതിലെല്ലാം നമ്മൾ മധുരം, സ്വീറ്റ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് വളരെയധികം അടങ്ങിയിട്ടുള്ളതാണ് എല്ലാ ഫ്രൂട്ടിലും. എല്ലാവർക്കും തന്നെ പേടിയാണ് ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസിന് ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി പേടിയാണ്. തീർച്ചയായിട്ടും ധൈര്യമായിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. പേരയ്ക്ക യാതൊരു തരത്തിലും ഭയപ്പെടാതെ കഴിക്കാവുന്ന ഒരു ഫ്രൂട്ടാണ് പേരയ്ക്ക. അടുത്തായി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. അയൺ സമ്പുഷ്ടമായിട്ടുള്ളൊരു ഫുഡാണ് ഈത്തപ്പഴം. അയൺ കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ളൊരു ഫുഡ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രത്യേകിച്ച് ഡയബറ്റിക്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് കഴിക്കാവുന്ന ഒരു ഫ്രൂട്ടാണ് ഈത്തപ്പഴം. അതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ഫൈബർ കണ്ടൻറ്റ് ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഫ്രൂട്ട് സാലഡിൽ നമുക്ക് ഈത്തപ്പഴം ആഡ് ചെയ്യുന്നതിന്, ഈത്തപ്പഴം അല്ലെങ്കിൽ ഡേറ്റ്സ് എന്ന് പറയും പൊതുവേ, നമുക്കത് ആഡ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഇതൊരു എക്സ്ട്രീം ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റാണ്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ഉണ്ടായി വരുന്നൊരു പ്രോഡക്റ്റാണ് ഈത്തപ്പഴം. നമ്മുടെ നാട്ടിലൊന്നും കോമൺ അല്ല. വളരെയധികം ടെമ്പറേച്ചറിൽ 40-45 ഡിഗ്രി ടെമ്പറേച്ചറിൽ പഴുക്കുന്ന ഒരു പഴമാണ് ഈത്തപ്പഴം. അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നതാണ് ഗ്രേപ്സ് ആണ്. സീഡ്ലെസ് ഗ്രേപ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആവശ്യത്തിന് ഗ്രേപ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഗ്രേപ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കോക്കനട്ട്. നമ്മളുടെ ഗ്രേറ്റഡ് കോക്കനട്ട് നമ്മളുടെ കേരളത്തിലെ മലയാളികളുടെ, പ്രത്യേകിച്ച് മലയാളികളുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭക്ഷണമാണ് ഗ്രേറ്റഡ് കോക്കനട്ട്. നമ്മളിതിനെ എന്തെങ്കിലും തരത്തിൽ ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഫോർമുലേഷൻ ചേഞ്ച് ആവും. ഇവിടെ നമ്മളൊന്നും ചെയ്യണില്ല, പ്രത്യേകിച്ച് തേങ്ങ ചിരണ്ടി അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതും ഒരു ആഡഡ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മളുടെ ഫ്രൂട്ട് സലാഡിൽ നമ്മൾ ചേർക്കുന്നു. നേരത്തെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ഏകദേശം ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഗ്രേറ്റഡ് കോക്കനട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്കിപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഫ്രൂട്ട്സ് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സും ഫ്രൂട്ട് സാലഡിൽ ആഡ് ചെയ്യാം. പ്രത്യേകിച്ച് പപ്പായ, നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സും നമുക്ക് ഉപയോഗിക്കാം. ഞങ്ങൾ സാധാരണ ചക്കപ്പഴമോ പപ്പായയോ അങ്ങനെ നിങ്ങളുടെ അടുത്ത് കിട്ടുന്ന ഈവൻ ചാമ്പയ്ക്ക തുടങ്ങി ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് കുറച്ച് മധുരം കൂടുതൽ ആവശ്യമുണ്ടെന്നുള്ളവർക്ക് സാധാരണ നമ്മൾ ഐസ്ക്രീമാണ് ഉപയോഗിക്കുന്നത്. അതിന് പകരമായിട്ട് നമ്മൾക്ക് നാച്ചുറൽ ഹണി ഉപയോഗിക്കാം. അല്ലെങ്കിൽ ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് ശർക്കര പാനി ഉപയോഗിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള തടസ്സവും ഇല്ല. നമുക്കിപ്പോൾ ഇതിൻ്റെ പുറത്ത് തൽക്കാലം കുറച്ച് തേൻ ഒഴിച്ച് നമ്മുടെ മധുരത്തിൻ്റെ ഷോർട്ടേജ് നമുക്ക് കറക്റ്റ് ചെയ്യാം. പ്രിയ കൂട്ടുകാരെ, നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്കിനി ആവശ്യാനുസരണം സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കതിൻ്റെ ടേസ്റ്റ് വളരെയധികം ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ എപ്പോഴെങ്കിലും സ്വീറ്റ്സ് കഴിക്കണമെന്ന് തോന്നുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു പലഹാരമാണ്, അല്ലെങ്കിൽ ഒരു സ്നാക്കാണ് ഫ്രൂട്ട് സാലഡ്. നിങ്ങൾ വീട്ടിലിരിക്കുമ്പോഴൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് പ്രത്യേകം പറയുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് അധികം സ്നാക്സാണ്. നമ്മളുടെ കുട്ടികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടുകാരെല്ലാം ഉപയോഗിക്കുന്നത് സ്നാക്സിനോടാണ് കൂടുതൽ താല്പര്യം. അങ്ങനെയുള്ളൊരു ടെൻഡൻസിയിൽ നിന്ന് മാറ്റം വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റുപാടിലുള്ള ഫ്രൂട്ട്സിനെ ഉപയോഗിച്ച് നമുക്ക് ഒരു ഫ്രൂട്ട് സലാഡ് പ്രിപ്പയർ ചെയ്യാം. അത് വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിരിക്കും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.
കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാം സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുക മാനസിക ആരോഗ്യത്തെക്കുറിച്ചാണ്. എന്തിനാണ് ഈ പഠന കാലഘട്ടത്തിൽ നമ്മൾ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? എന്താണ് ഈ മാനസിക ആരോഗ്യം? കൂട്ടുകാർക്ക് അറിയോ എന്നറിഞ്ഞുകൂടാ. ശരീരത്തിൻ്റെ ആരോഗ്യം നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ തന്നെ ഒപ്പം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് മനസ്സിൻ്റെ ആരോഗ്യം. മനസ്സിൻ്റെ ആരോഗ്യം എന്ന് പറയുമ്പോൾ മാനസിക രോഗം ഇല്ലാത്തവരെല്ലാവരും മനസ്സിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്ന് കരുതരുത്. അതൊരു വശം മാത്രമാണ്. മാനസിക ആരോഗ്യം എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഉപരിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളോട് തന്നെയുള്ള ചില മനോഭാവങ്ങൾ, നല്ല മനോഭാവങ്ങൾ, മറ്റുള്ളവരോടുള്ള നമ്മുടെ മനോഭാവങ്ങൾ, മറ്റുള്ളവരോടുള്ള നമ്മുടെ ഇടപഴകലുകൾ, അതല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യബോധങ്ങൾ, ഇതെല്ലാം നമ്മുടെ മാനസിക ആരോഗ്യത്തെ ആശ്രയിച്ചാണ് ഇരിക്കുക. നല്ല ആരോഗ്യമുള്ള മനസ്സുള്ളവരുടെ പെരുമാറ്റം, അവരുടെ വ്യക്തിത്വം, അത് എപ്പോഴും നല്ല മനസ്സുള്ളവരാണ്, നല്ല ആരോഗ്യമുള്ള മനസ്സുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായി പുഞ്ചിരിക്കുന്ന മുഖമുള്ളവർ, വെറുതെ അഭിനയിച്ച് പുഞ്ചിരിക്കല്ല കേട്ടോ, സ്വതസിദ്ധമായ രീതിയിൽ, വളരെ നിഷ്കളങ്കമായ രീതിയിൽ ചിരിച്ച് നല്ല പ്രസരിപ്പുള്ള മുഖത്തോടു കൂടെയുള്ളവർ, സാധാരണ രീതിയിൽ പറയുക നല്ല തുറവിയുള്ളവരാണ്, നല്ല ആത്മാർത്ഥതയുള്ളവരാണ്, മറ്റുള്ളവരെ നന്നായി സ്നേഹിക്കുന്നവരാണ്, സ്വന്തം കുറവുകളെയും കഴിവുകളെയൊക്കെ അംഗീകരിക്കുന്നവരാണ് എന്നാണ് പറയുക. അതുകൊണ്ട് നമ്മൾ സ്വയം അംഗീകരിക്കുമ്പോൾ, നമ്മുടെ കൂടെയുള്ളവരെ അംഗീകരിക്കുമ്പോൾ, അവരുടെ കുറവുകളോടുകൂടി നമ്മൾ അവരെ സ്നേഹിക്കുമ്പോൾ, നല്ല ലക്ഷ്യബോധങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ, നല്ല പ്രസരിപ്പോടുകൂടി, നല്ല പുഞ്ചിരിച്ച മുഖത്തോടുകൂടി മറ്റുള്ളവരുടെ കൂടെ ആയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതൊക്കെ പറയുമ്പോൾ ഇത് വെറുതെ അങ്ങോട്ട് ഉണ്ടാകില്ല. ചിരിക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും സ്വയം മനസ്സിലാക്കാനും ലക്ഷ്യബോധമൊക്കെ ഉണ്ടാകണമെങ്കിൽ വെറുതെ ഇരുന്നത് കൊണ്ടാവില്ല. അപ്പോൾ എന്ത് നമ്മൾ ചെയ്യണം? നമ്മൾ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം. മിക്കപ്പോഴും കൂട്ടുകാരോട് പറയുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം ഇതാണ്, പഠിച്ചിട്ട് അവർക്ക് സമയമില്ല. ഞാൻ പലപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. നമുക്ക് 24 മണിക്കൂറുണ്ട്. അതിനകത്ത് 8 മണിക്കൂർ നമ്മൾ ഉറങ്ങുന്നു, 8 മണിക്കൂർ നമ്മൾ പഠിക്കുന്നു എന്ന് കരുതുക. ആരും തന്നെ 8 മണിക്കൂർ പഠിക്കുന്നില്ലെന്ന് എനിക്കറിയാം. എന്നാൽ പോലും ബാക്കി 8 മണിക്കൂർ എവിടെ? ഭക്ഷണം കഴിക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യാൻ 8 മണിക്കൂർ നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒരുപാട് സമയം നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ കൂട്ടുകാർ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ വീട്ടിലുള്ള നല്ല പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുക. ഒരു കാര്യം ഇതിൽ ഓർമ്മപ്പെടുത്തുകയാണ്, നല്ല പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല പുസ്തകം ബൈബിളാണ് കേട്ടോ. നമ്മൾ ഒരു ഇച്ചിരി നേരം ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ നല്ലൊരു പുസ്തകം വേറെയില്ല. ചിലരോടൊക്കെ പറയും, സിസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ നല്ല പുസ്തകങ്ങളില്ല. പക്ഷെ മക്കളെ, നിങ്ങളുടെ വീടുകളിൽ ബൈബിൾ ഉണ്ടാകും. നിങ്ങൾ ആ ബൈബിളിൽ നിന്ന് ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടാകും. നിങ്ങൾക്ക് നല്ല ബോധ്യങ്ങൾ കിട്ടാൻ, മറ്റുള്ളവരെ അംഗീകരിക്കാൻ, സ്വയം അംഗീകരിക്കാൻ, ദൈവം തന്ന ദാനങ്ങളെ കാണാൻ, നല്ല മനസ്സ് രൂപപ്പെടുത്താനൊക്കെ ഈ പുസ്തകം നിങ്ങളെ സഹായിക്കും. മറ്റു പുസ്തകങ്ങളും നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, മഹാന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് നല്ല ചിന്തകളും നല്ല ആരോഗ്യമുള്ള മനസ്സൊക്കെ അവരുണ്ടാക്കിയെടുത്തത്. ബാക്കിയുള്ള സമയങ്ങളിൽ നിങ്ങൾ ചിരിക്കാനും മറ്റുള്ളവരെ ചിരിപ്പിക്കാനും തമാശകൾ പറയാനും ഒരു ഉല്ലാസത്തിൻ്റെ ഒരു അനുഭവം നിങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അപ്പോഴാണ് നല്ല സന്തോഷമുള്ള, നല്ല പ്രസരിപ്പുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകുള്ളൂ. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്ത് കാര്യം പഠിച്ചാലും നിങ്ങൾക്ക് ആ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റും, ഓർമ്മ കിട്ടും. പല കുട്ടികളും പറയാറില്ലേ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഞാൻ ഒരുപാട് സമയം പഠിക്കുന്നുണ്ട്. ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം എന്താ? ഒരുപാട് വാശിയും ദേഷ്യവും പിണക്കങ്ങളും ടെൻഷനും. നിങ്ങളുടെ പ്രായത്തേക്കാൾ കവിഞ്ഞിട്ടുള്ള ടെൻഷനൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നത്. ഒരു കാര്യം ഓർമ്മിപ്പിക്കുക, ഈ സമയം നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്, സന്തോഷിക്കാനുള്ളതാണ്. വേറെ ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളുടെ മനസ്സിന് സന്തോഷമുള്ള, പ്രസരിപ്പുള്ള, ആരോഗ്യമുള്ള മനസ്സ് ഉണ്ടായിരിക്കാൻ നിങ്ങളെപ്പോഴും സൂക്ഷിക്കണം. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങളുടെ ഇപ്പോൾ പുറത്തൊന്നും പോയിട്ട് കളിക്കാനോ വിനോദങ്ങളിൽ ഏർപ്പെടാനൊന്നും നമുക്ക് സാഹചര്യങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ സഹോദരങ്ങളായിട്ടും അല്ലെങ്കിൽ അപ്പൂപ്പനോ അമ്മൂമ്മയോ അതല്ലെങ്കിൽ അപ്പനോ അമ്മയോ ഒക്കെ ആയിട്ട് നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾ ചെലവഴിക്കണം.
തമാശകൾ പറയണം, അവർ പറയുന്നത് നിങ്ങൾ കേൾക്കണം, അവരെ അവരുടെ ജോലികളിൽ ചെറുതായിട്ടൊക്കെ നിങ്ങൾ സഹായിക്കണം. അപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സ് ഒരുപാട് നല്ല കാര്യങ്ങളിലേക്ക് തുറന്നു വരും. അങ്ങനെയാണ് തുറവി ഉണ്ടാകുക. ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, ഒറ്റയ്ക്കിരിക്കാൻ, ആരോട് സംസാരിക്കില്ല. കാരണം അവർ ആരോഗ്യമുള്ള മനസ്സുള്ള വ്യക്തിത്വങ്ങളല്ല. അപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാർക്ക് ശ്രദ്ധിക്കാം, ഞാൻ എങ്ങനെയാണ്, എൻ്റെ രീതികൾ എങ്ങനെയാണ്, അങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെ ആവാൻ പാടില്ല. നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിലേ എനിക്ക് നന്നായി പഠിക്കാൻ പറ്റുള്ളൂ. ഇന്ന് ചില കുട്ടികൾ നന്നായി ചിത്രം വരയ്ക്കുന്നവരുണ്ട്, മറ്റ് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുന്നവരുണ്ട്, നല്ല ഗാർഡനിങ് ചെയ്യുന്നവരുണ്ട്. മുൻപത്തെ കുട്ടികളെ പോലെയല്ല, ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള ഒരു തലമുറയാണ് നിങ്ങൾ. അപ്പം അതുകൊണ്ട് നിങ്ങളതൊക്കെ കണ്ടെത്തണം. നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന പക്വമായ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കും. അതെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാകണം എന്നില്ല. അപ്പം അതുകൊണ്ട് നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളുടെ വ്യക്തിത്വ രൂപീകരണത്തിന് സഹായിക്കുന്ന എല്ലാ വിനോദങ്ങളും നിങ്ങൾക്ക് കണ്ടെത്താം. പാട്ട് പഠിക്കുന്നതാകാം, പാട്ട് കേൾക്കുന്നതാകാം, അതല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്നതാകാം, വായിക്കുന്നതാകാം, ഗാർഡനിങ് ആകാം, എന്തു തന്നെ ആയിക്കോട്ടെ, അതിൽ മുഴുകാൻ ഒരു സമയം നിങ്ങളുടെ ടൈം ടേബിളിൽ നിങ്ങൾ കണ്ടെത്തിയേ പറ്റൂ. അതല്ലെങ്കിൽ നിങ്ങളെപ്പോഴും ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ടുള്ള മനസ്സുള്ള, ഒരു ഡ്രൈ ആയിട്ടുള്ള സ്വഭാവ രീതികളുള്ള, വളരെ ഇൻട്രോവേർട്ടായി ആര് വീട്ടിൽ വന്നാലും, ആര് സംസാരിക്കാൻ വന്നാലും ഞാനും എൻ്റെ ലോകവും, ഞാനും എൻ്റെ മൊബൈലും, ഈ ഒരു രീതിയിലിരിക്കുമ്പോൾ നല്ല ആരോഗ്യം മനസ്സിന് നമുക്ക് ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആരോഗ്യമുള്ള മനസ്സെന്ന് പറയുന്നത്. കൂട്ടുകാർ ശ്രദ്ധിക്കും എന്ന് ഞാൻ കരുതുന്നു. പഠനത്തിൻ്റെ ഇടവേളകളിൽ നിങ്ങൾ വീടുകളിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ചിരിക്കണം, ചിരിപ്പിക്കണം, തമാശകൾ കാണണം, തമാശകൾ പറയണം. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കില്ലേ?